ഹലോ, ഈ ഒരു അടിപൊളി ലഗോൺ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കല്ലേ നമുക്ക്. അപ്പോൾ അതിലേക്ക് ഞാൻ ചെമ്പ് വെച്ചിട്ടുണ്ട്. 500 സൺഫ്ലവർ ഡാൽഡ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലൊരു 1/4 ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിൽ ഗരം മസാല എല്ലാ ഐറ്റംസും പൊടിക്കാത്ത ഐറ്റംസും ഒന്ന് ഇട്ട് ചോന്നതിന് ശേഷം ഒരു 2 കിലോ സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും പച്ചമുളകും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക. ആ ഒന്നുകൊണ്ട് വഴറ്റിയതിന് ശേഷം നമുക്കതൊരു കിലോ തക്കാളിയും കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലഗോൺ തന്നെ അത് നല്ല വേവുള്ള കോഴിയാണ്. അപ്പോൾ നമ്മളതിലൊക്കെ പറഞ്ഞാൽ അണ്ണാച്ചി കോഴി എന്നും പറയും, ലഗോണെന്നും പറയും. അപ്പോൾ അത് ആ ഒരു ബിരിയാണി. അപ്പോൾ അത് നമുക്ക് ചെമ്പിലൊക്കെ കിടന്നിട്ട് വേകണ ബിരിയാണി നല്ല ടേസ്റ്റ് നല്ല കാര്യമില്ല. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയാൽ നമുക്ക് കഴിക്കണം അതേ ഒരു രീതിയിലുള്ളൊരു ബിരിയാണി നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്ന കാരണം എല്ലാവരും കൂടെ കൂടിയതുകൊണ്ട് എല്ലാവർക്കും ഉള്ളൊരു ഉച്ചക്കത്തെ ഫുഡാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് 3.5 കിലോ റൈസ് എടുത്തുകണ്. അപ്പോൾ നല്ലൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഒന്ന് ഇട്ടെടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഗരം മസാല പൊടിച്ച പൊടി, പിന്നെ കുരുമുളക് പൊടിച്ച പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മുളകും പൊടി ചേർക്കണില്ല. പച്ചമുളകും ഈ ഒരു കുരുമുളകിൻ്റെ എരിവും മതി. അപ്പോൾ പിന്നെ ഒരു പാക്കറ്റ് തൈരും ഇഞ്ചി വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലേക്കൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത് നമുക്ക് വേവുള്ളൊരു ചിക്കനായ കാരണം നമുക്കതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 3 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ 2 മണിക്കൂറിന് ഏകദേശം 2 മണിക്കൂറോളം നമുക്കിത് വേവുണ്ട്. അപ്പോൾ നമ്മളിത് ഓൾറെഡി നമ്മൾ ഈ ഒരു മസാലയിലാണ് നമ്മൾക്കിത് വേവിച്ചെടുക്കുക. നമ്മൾ ആദ്യമൊക്കെ ഉണ്ടല്ലോ ആൾക്കാർ കുക്കറിൽ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് പിന്നെ മസാലയ്ക്ക് ഇടുക. അപ്പോൾ അതിനെക്കാട്ടിയൊക്കെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ രീതിക്ക് മസാലയിൽ കൂടി തന്നെ നമ്മൾ ഈ ചിക്കൻ ഇട്ടിട്ട് നമ്മളത് കുക്കാക്കി എടുക്കണം. എങ്കിൽ നമുക്ക് ആ ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതാ ഒന്ന് 2 മണിക്കൂറിൻ്റെ അടുത്തോളം കുക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മളിതാ ചിക്കൻ ഒന്ന് കുക്കായതിനു ശേഷം നമ്മളൊന്ന് റൈസിനുള്ള വെള്ളം വെക്കണം. റൈസിനുള്ള വെള്ളം ഒന്ന് തിളച്ചതിന് അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പൂ, ഏലം പിന്നെ പാകത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് കത്തിച്ച് തിളച്ചതിന് ശേഷം നമ്മൾ അരമണിക്കൂർ ഇതിന് മുന്നേ ഒന്ന് റൈസ് നമ്മൾ കുതിർത്ത് വെക്കണം. എന്നിട്ട് നമ്മളിതാ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ റൈസ് ഒന്ന് കുക്കാക്കി എടുത്തിട്ട് ഓരോ ലെയർ ചോറും നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഇനി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ലെയർ ചോറ് ഇട്ടതിന് ശേഷം അതിൻ്റെ ചിക്കൻ മേലെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയൊക്കെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ അതിന് ശേഷം നമുക്ക് ഒരു ലെയർ ചോറ് ഇട്ടതിന് ശേഷം അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ കൈതോല, രമ്പയില എന്നൊക്കെ കേട്ടിട്ടില്ലേ, നല്ല ഫ്ലേവർ നല്ല മണമൊക്കെ കിട്ടുന്ന ഒരു കൈതോല. അപ്പോൾ അത് നമ്മളൊന്ന് 4ആയിട്ട് മുറിച്ചിട്ട് ഒരു 4 ലീഫ് എടുത്തിട്ട് ഒന്ന് മുറിച്ച് നമ്മളൊന്ന് വെച്ചതിന് ശേഷം അതിൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ വിതറി പിന്നെ നമ്മൾ കുറച്ച് പൊടിച്ച ഗരം മസാല പൊടിയും കൂടെ വിതറിയതിൻ്റെ ശേഷം നമ്മൾ ബാക്കി വന്ന ലെയറും ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളും കാണാൻ ശ്രമിക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഓരോ ലെയർ ചോറ് നമ്മളിട്ട്, അപ്പോൾ എല്ലാവർക്കും ഈ ബീഫ് ബിരിയാണി ഇഷ്ടമുള്ളതുപോലെ തന്നെ പിന്നത്തെ ബിരിയാണി എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ഉത്തരവേ ഉള്ളൂ, ഈ ലഗോൺ ബിരിയാണി. അപ്പോൾ അത്രയും ടേസ്റ്റിലുള്ളൊരു ബിരിയാണി, അത് ചെമ്പിൽ കിടന്നിട്ട് പാകമായി കിട്ടുന്ന ഒരു ബിരിയാണി ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റിലുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ഇതാ ബാക്കി പറഞ്ഞ ലെയർ ചോറും കൂടെ നമ്മൾ ഇട്ടിട്ട് നമ്മളത് ദം ഇടാൻ പോവുകയാണ്. അതിന് മേലെ കടലൊക്കെ ഇട്ടതാ 2 സവാള അരിഞ്ഞ് നമ്മളൊന്ന് മൂപ്പിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ അണ്ടിയും മുന്തിരും അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് അതിന് മേലൊന്ന് വിതറി കൊടുത്തിട്ട് നമ്മളിതാ കടലിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ടൈമിനനുസരിച്ച് നമ്മളിതൊന്ന് തുറന്ന് നോക്കി നമ്മൾ നോക്കിയത് കണ്ട നമ്മൾ അടിപൊളി ചോറ് ഇവിടെ നല്ല ടേസ്റ്റിലും നല്ലൊരു ഇതിലും റെഡിയായി കിട്ടിയിട്ടുണ്ട്. പാകത്തിന് മടുപ്പില്ലാത്ത രീതിയിലേക്കുള്ള മസാല മാത്രം ചേർത്തുകൊണ്ട് നല്ല രീതിയിലേക്ക് ഈ ചിക്കനും നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെമ്പ് നമുക്ക് കാലിയായതേ നമ്മൾ അറിഞ്ഞില്ല, അത്രക്കും ടേസ്റ്റ് ആയിരുന്നു. ട്രൈ ചെയ്യാം.